നെഞ്ചുപൊട്ടി നിൽക്കുകയാണ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതൃത്വം. കാരണം പാർട്ടി അത്രമേൽ വിശ്വസിച്ച രാഹുൽ ഗാന്ധി സ്വന്തം കുടുംബാംഗത്തെ പോലെ കരുതിയ ഒരു കുടുംബം ഇന്ന് കാവി പുതച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ യുവ തുർക്കിയായിരുന്ന അന്തരിച്ച രാജീവ് സദവിന്റെ പത്നി ഡോക്ടർ പ്രജ്ഞ സദവ് BJPയിലേക്ക് ചേർന്നിരിക്കുന്നു. വെറുമൊരു കൂടുമാറ്റമല്ല ഇത്. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നെഞ്ചിലേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ്. ആരാണ് പ്രജ്ഞ സദവ്? എന്തിനാണ് ഈ നിർണായക ഘട്ടത്തിൽ അവർ കോൺഗ്രസിനെ കൈവിട്ടത്? നോക്കാം. വ്യാഴാഴ്ച രാവിലെ തന്റെ MLC സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് പ്രജ്ഞ സദവ് BJP പാളയത്തിലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെയും വികസന അജണ്ടയിൽ പങ്കാളിയാകാനാണ് താൻ എത്തിയതെന്ന് അവർ വ്യക്തമാക്കുന്നു. BJP ക്യാമ്പിൽ ഇത് വലിയ ആഘോഷമാണ്. ഹിങ്കോളി ജില്ലയിൽ കോൺഗ്രസിന്റെ വേരുറയ്ക്കാൻ പ്രജ്ഞയുടെ വരവ് കാവിപ്പടയ്ക്ക് കരുത്താകും. BJP സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലയുടെ സാന്നിധ്യത്തിലായിരുന്നു പാർട്ടി പ്രവേശം. കോൺഗ്രസ് നൽകിയ 6 വർഷത്തെ MLC കാലാവധി വലിച്ചെറിഞ്ഞാണ് അവർ എത്തിയതെങ്കിലും BJP അവരെ വീണ്ടും നിയമസഭാ കൗൺസിലിലേക്ക് അയക്കുമെന്നും ഉറപ്പിച്ചു കഴിഞ്ഞു. അണികളുടെ സമ്മർദ്ദമാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നും കോൺഗ്രസിനെ കുറിച്ച് മോശം പറയാൻ താനില്ലെന്നും പറയുമ്പോഴും ആ വാക്കുകളിൽ പ്രസ്ഥാനത്തോടുള്ള കടുത്ത അതൃപ്തി വ്യക്തമാണ്. എന്തുകൊണ്ടാണ് ഈ വാർത്ത ഇത്രയും ചർച്ചയാകുന്നത്? അതിന് രാജീവ് സദവ് എന്ന പേര് തന്നെ ധാരാളം. രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും വിശ്വസ്തനുമായിരുന്നു രാജീവ് സദവ്. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനായും ഗുജറാത്ത് കോൺഗ്രസ് ചുമതലക്കാരനായും അദ്ദേഹം തിളങ്ങി. 2021 കോവിഡ് ബാധിച്ച് അദ്ദേഹം മരിച്ചപ്പോൾ കോൺഗ്രസ് തളർന്നുപോയി. തുടർന്ന് അദ്ദേഹത്തിന്റെ പത്നിയായ പ്രജ്ഞയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ്. 2021 അവരെ MLC ആക്കി. അതായത് നമ്മുടെ പാർലമെന്റിൽ രാജ്യസഭ ഉള്ളതുപോലെ ചില സംസ്ഥാനങ്ങളിൽ നിയമസഭയ്ക്ക് പുറമെ മറ്റൊരു ഉപരിസഭ കൂടിയുണ്ട്. അതിനെയാണ് വിധാൻ പരിഷത്ത് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് വിളിക്കുന്നത്. ഇതിലെ അംഗങ്ങളെയാണ് MLC എന്ന് വിളിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കൂടി അവരെ അത്തരമൊരു MLC ആക്കി മാറ്റി. 2024 ജൂലൈയിൽ പാർട്ടിയുടെ ഏക മുസ്ലിം മുഖമായ വജാഹത്ത് മിർസയെ പോലും മാറ്റിവെച്ചാണ് പ്രജ്ഞയ്ക്ക് 6 വർഷത്തെ പുതിയ കാലാവധി കോൺഗ്രസ് ഉറപ്പാക്കിയത്. ഇത്രയേറെ പരിഗണനകൾ നൽകിയിട്ടും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ അവർ പാർട്ടി വിട്ടത് കോൺഗ്രസ് നേതൃത്വത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. സംസ്ഥാന നേതൃത്വം അവരെ പിന്തിരിപ്പിക്കാൻ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ആരുടെയും ഫോൺ എടുക്കാൻ അവർ തയ്യാറായില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് നെഞ്ചിലേറ്റിയ ഈ സദവ് കരുത്ത് ഇനി താമരയ്ക്കൊപ്പം. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഹിങ്കോളിയിലും പരിസര പ്രദേശങ്ങളിലും കോൺഗ്രസിന് ഇത് വലിയ ക്ഷീണമുണ്ടാക്കും. ഈ രാഷ്ട്രീയ മാറ്റം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് എത്രത്തോളം തിരിച്ചടിയാകുമെന്നറിയാൻ കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.